ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ് അഗെയിൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറേ കാലമായി കണ്ടിട്ട്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എക്സാമൊക്കെ അതായത് കൊണ്ട് തന്നെയാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ച് വെച്ചാൽ സുധീൻ്റെ വേൾഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പെട്ടെന്ന് കിടക്കാം. അപ്പോൾ നമുക്ക് എന്നാൽ എന്തപ്പോൾ കാട്ടുക, ഇനി ഏതപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഇത് ബിൽഡ് തന്നെ പോവാം. നമുക്ക് ഫാക്ടറിയിൽ തന്നെയാണ് പോവാം. നമുക്കൊന്ന് അതെ നമുക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് വരാം. സോ ബൈ ദ വേ ഐ ഗാറ്റ് ദിസ് കേപ്പ്. എനിക്ക് കോപ്പർ കേപ്പ് കിട്ടി. സോ ഇനി ആർക്കും കിട്ടും തോന്നുന്നില്ല, കാരണം ഇന്നാണ് ലാസ്റ്റത്തെ ഡേറ്റ്. അടിപൊളിയാണല്ലേ. എലിവേറ്റർ വെക്കാതെ ഇങ്ങനെയാണ്. ഇതാണ് കേപ്പിൻ്റെ ലുക്ക്. സെറ്റാണ്, സീൻ സാധനമാണ്. എലിവേറ്റർ വെക്കുമ്പോൾ ഇങ്ങനെ സാധനമാണ്. ഇതാ ഒരു ഹോൾസ് കുറേ ഉണ്ട്. അതല്ല, ആ ഹോളല്ല. ഓക്കെ ഓക്കെ എന്നാൽ കണ്ടത് എന്തും വലിയത് ചെറിയ ലാഗിൻ്റെ ഇഷ്യൂ ഉണ്ടോ തോന്നുന്നു. ലാഗ് മീൻ എക്സ്പീരിയൻസിൻ്റെ ഇഷ്യൂ. സോ ഇതൊക്കെയാണ് ഇവിടെ ഇതാണ്. എന്നാലും ഇങ്ങനെ സമ്മതിക്കണല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തലി വരാനുള്ള ഇതെന്താ. അതാ മറ്റേ ഇവിടെ ഫ്ലവർ ഫാം ഓട്ടോമാറ്റിക്കാണ് കുറേ. ഇതെന്ത് സംഭവം? ഇതെന്താ, ഇതാ മറ്റേ സ്റ്റോണിൻ്റെ അല്ലേ? സ്റ്റോണിൻ്റെ തന്നെ. പിന്നെ ഇവിടെ എന്താ ബീ ഫാമാണോ തോന്നുന്നു ഈ സാധനം കണ്ടിട്ട്. സോ എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റത്തെ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് സങ്കടമായി. കാരണം ഞാൻ നല്ലോണം ഇത് കുറേയൊക്കെ ഞാൻ വാച്ച് ചെയ്തിരുന്നു. അല്ലെ പെട്ടെന്ന് ഇത് എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞപ്പോൾ ചെറിയ നമ്മൾ ഇനി നമ്മൾ ഇവിടെ ഒരു സാധനമുണ്ട്, ക്രാഷ് ലാൻഡിങ്. എന്താ പിന്നെ വേണ്ട കൊണ്ട് ഇവിടെ ഇവിടെ ഒന്നുമില്ല. ഇത് കാർഗോ ആണ്, കാർഗോ എയറോപ്ലെയിനാണ്. ഇനി നമുക്ക് അടുത്ത് കാർഗോ അല്ലല്ലോ, അത് ഹോട്ട് എയർ ബലൂൺ കാർഗോ. ഇതാണ് ഒറിജിനൽ കാർഗോ. ഇവിടെ ട്രേഡിംഗ് മോള്, പിന്നെ അടിയിലും ട്രേഡിംഗ് മോളാണ്. ചെറിയൊരു ലാഗിന് ഇഷ്യൂ ഉണ്ട്. സംതിങ് ഇങ്ങനെ വരാം. നേരത്തെ ഇല്ല, ഇവിടെ ചെറിയ സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ പിന്നെ ഇവിടെ കറക്റ്റ് സാധനം ഉണ്ട്. നോക്കിയേക്കാം. ല്ലോ അല്ലേ? ഇവിടെയാണ് ഇതെല്ലാം സ്റ്റോറാണ്. നമുക്ക് ആദ്യം പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, കാക്ടസ് ഫാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇതാ അങ്ങനെ പോണുണ്ടാവും. ഇതാണ് സംഭവം. ഏതാ പോണത് കണ്ടു ഗൈസ്. അതറിയാം അതിൻ്റെ ബാക്ക് കൂടെ വരും. പെറ്റ ഇത് മെറ്റ അല്ലല്ല, അത് പെറ്റല്ല. ഇനി അടുത്ത് നമ്മൾ റാദി ടൗണിൽ അടിപൊളിയാണ്. ഇവിടെ ബീക്കണൊക്കെ ഉണ്ട്, സെറ്റാണ്. ഇവിടെയാണ് നമ്മളെ കേരങ്കൻ ഉണ്ടാവുക അല്ലേ? യെസ്, കേരങ്കൻ. ഇവിടെ ഇവന്മാർ രണ്ടാൾക്ക് പേരില്ല. ഇവന്മാരാണ് ഇവിടുത്തെ. ഇവനാണ് നമ്മൾ ഇതിത്തെ ധാരാന്നറിയാത്തവർ ഞാൻ പറഞ്ഞത്. കേരങ്കനാണ് ഇതിത്തെ ഒരു നമ്മളെ എന്താ പറയുക, ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു എന്താ പറയണേ, കലക്ടർ മനസ്സിലായോ? ഈ സ്മോൾ സിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ഹോണ്ടഡ് ഹൗസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കഴിയുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും എല്ലാം നമുക്ക് ഷൂട്ടായിട്ട് ഫൗണ്ടൈനും ചെറിയായിട്ട് കണ്ടിട്ട് നമുക്ക് നേരെ നമ്മൾ ഹോം ബേസിലേക്ക് വരാം. ഇവിടെ നമ്മൾ അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു സൂപ്പർ സ്മെൽറ്റർ ആണെന്ന് തോന്നുന്നു ഒരു ഭാഗത്ത് ആണ്. ഇവിടെ പിന്നെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ കൊണ്ടുകൊണ്ട് അതൊക്കെ എന്താണോ എറിഞ്ഞു കൊടുക്കണം. ഗ്രാവിറ്റി നല്ല കഴിച്ച് ഇവിടെ സ്ക്രീൻ. ഇവിടെ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് സീനാണ്. നല്ലോണ്ട്
കറക്റ്റ് അല്ല 22 ഇവിടെ ഫിഷർമാനുകളാണ് മൈൻഡ് ചെയ്തുകൊണ്ട് ടവറും അതിൻ്റെ ഇടയിൽ സാധനം. ഇതാണ് നമ്മളെ ഇന്ത്യൻ ഫേവറേറ്റ് സ്ഥലം. ഇതാണ് മ്യൂസിയം. ഇത് നമ്മളെ മറ്റേ ഏറ്റവും റയറസ് ബ്ലോക്ക് ഉണ്ട്, കുറേ എല്ലാ ഗെയിംസ് എല്ലാ സാധനങ്ങളുണ്ട്, ട്രൈഡൻ്റ് ഉണ്ട്, എല്ലാ ഡ്രീമും ഉണ്ട്. നേരെ അടിയിലാണ് ഏറ്റവും റയറസ് സാധനം. ഇതാ മറ്റേ ബ്ലൂ ആക്സിലോട്ട്. ഇതാണ് ഏറ്റവും റയർ. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 എണ്ണം. 1 2 3 4 5 ഏതാ ഇവിടെ ഫുള്ളല്ല. ഇതെന്താ ആട് കുരക്കണ മാരുണ്ടല്ലോ. ആടിന് പേളക്കിയതാണ് ഗൈസ്. ാണല്ലോ ഫുള്ള് കാട്ടണ്. നമുക്ക് വിഷയമില്ല. ഇനി അടുത്തേതാ അടുത്ത് ഇവിടെ ഇങ്ങനെ സാധനമുണ്ട്. ഇത് അരേനയാണ്. അത് ഓൾറെഡി യൂട്യൂബിലായിട്ട് കണ്ടേ. ഇവിടെ നമ്മളെ വീറ്റ് ഫാം ഇവിടെ വിച്ചട്ടിപ്പോൾ ഒന്ന് പോയത്. ഞാൻ അത്ര പോയിട്ടില്ല. അതാരാണ് നമ്മളെ വിച്ചു. ഇതെങ്ങനെ നമ്മൾ ഇതിന്റെ പേരെന്താ അറിയോ? ഇതാണ് കൗ. വെറും കൗല്ല, മഷ്റൂം. ഇവിടെയുള്ള സാധനത്തിന്റെ പേരാണ് ക്യാമൽ എന്ന് പറയും. സ്നിഫറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അല്ല ചന്തി കാണിച്ചിട്ടാണ് നമ്മൾ മൂക്കൂടെ നമുക്ക് വലിച്ചു. നമുക്ക് നമ്മളെ മീനുകുട്ടിനെ കാണാൻ പോകാം. രാധി ക്രീമിനെ കാണാൻ പോകാം. പെർമിഷനൊക്കെ എടുക്കണം. നമ്മൾ VIP ആണ്. മീനുകുട്ടി മുട്ട് കുത്തുന്നു. ഇവിടെ അല്ല ഇവിടെ മുട്ട് കുത്തി നിൽക്കുന്നു. ഓക്കെ മുട്ടൊന്ന് ഇവിടെ പോയ ഇങ്ങനൊരു സാധനം കാണാം. ഇതാണ് നമ്മളെ മീനുകുട്ടീൻ്റെ സീക്രട്ട് ബങ്കർ. ഇതാണ് നമ്മളെ ബങ്കർ. മനസ്സിലായോ? ബങ്കറാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് പിന്നെ ഡയമണ്ട് ആർമർ എന്നാണ് പേര്. എൻചാൻമെൻ്റ് ഒക്കെ ചെയ്താണ്. അതാണ് ഈ ഗ്ലോയിങ് ഒക്കെ വരണേ. അല്ലേ? മിക്കവാറും വ്യൂസൊക്കെ കൊടുത്ത് വലിച്ചെറിയില്ലേ. കാരണം ഇവിടെയാണ് നമ്മൾ ഇതാണ് ഇതിലെന്താ ലോജിക്കൊന്നും എന്താ അറിയില്ല. ഇവിടെ 2 ആൾക്കാർ ഇങ്ങനെ മര്യാദക്ക് നിൽക്കുന്നുണ്ട്. സാധാരണ യുദ്ധം നടക്കുമ്പോൾ ഇതാ അടിയിലാണ് നിൽക്കുന്നുണ്ട്. ഇത് അടിയിലല്ല. ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മളെ ബാഹുബലിയിലെ മറ്റേ ചക്രാസനം അങ്ങനെ എന്തൊരു സാധനമുണ്ട്. അതാണ് ആ സാധനം. ഇവിടെ മറ്റേ ഇവിടെ ഇതൊക്കെ എന്ത് സംഭവം. ഇതാണ് ഗ്രാവിറ്റി. ഞാൻ ഫ്ലാഷാണ്. അതാണ് ഇങ്ങനെ നിൽക്കുന്ന സംഭവം. അത് അല്ല ഇവിടെ തൂക്കേറ്റലുണ്ടായിരുന്നല്ലോ അവിടെ. അവിടെ തൂക്കലിട്ടു. എല്ലാം നടക്കും. പിന്നെ നമുക്ക് ഇവിടെ ഇതാണോ? ഇതാണ് ഇവിടെയാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി അവിടെ വഴിയില്ല. അപ്പോൾ ഇതിൽ കൂടെയാണ് കയറുള്ളൂ. ഇതിൽ കൂടെയല്ല. നമുക്ക് നേരെ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ നെതർലായിരുന്നു ഇത്ര നേരം. അപ്പം നേരെ ഇങ്ങോട്ട് പോകും. രാവിലെ എന്നാലും ഇതിന് വൈകും. ഇത് 2 സാധനം
ഓക്കെ, രാവിലെയായി. ഇനി നമുക്ക് ഇതാണ് നമ്മളെ ജുറാസിക് പാർക്കിലെ മറ്റേ ഡൈനോസർ, എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നു. പിന്നെ ഞാൻ VIP ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരുത്തം അടിച്ചു കൊല്ലണതിനൊക്കെ. ഇത് നിൽക്കാതെ ഓടിയ എല്ലാ ആരാധകരെ ശാന്തരാകുവിൻ. നമുക്ക് ഇവിടുന്ന് റൈഡ് കാണാം. ഇതാണ് നമ്മൾ റൈഡ് കാണാൻ പോവുകയാണ്. ഇതാണ് നമ്മളെ മറ്റേ വെഗാസോറസ്, അങ്ങനെ എന്തൊരു സോറസ് ഉണ്ട്. ആ സോറസാണ് അത്. ആ സൗണ്ട് കേട്ടോ, സൗണ്ട് കേട്ടോ. ഇവിടെ മറ്റേ ആ കൊക്കിൻ്റെ ഒരു കൊക്കുള്ളൊരു പക്ഷിയുണ്ട് ഇവിടെ, അടിപൊളിയാണ്. പിന്നെ ജിങ്കിൾ ബെല്ലിൻ്റെ സൗണ്ടൊക്കെ അടിയിൽ പോകുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇവിടെ എന്തൊക്കെ ചെറിയ കൂട്ടിൽ എന്തൊക്കെ സാധനത്തിന് പെട്ടിട്ട് സോ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാവും. ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മൾ ഗാലറി വന്നിരുന്നിട്ട് ഇത് മോശമായി ഇതെന്ത് സാധനം ഉണ്ടല്ലോ, അത്ര നത്തോലിൻ്റെ അത്ര വലിപ്പമുണ്ട്. ഇതെന്തത് എന്നാലും ഇതാണ് നമ്മൾ അത്രയും ദൂരം മെല്ലെ മെല്ലെ വന്നാൽ വരുമ്പോൾ ലാസ്റ്റ് കിട്ടുന്നത് സ്മഗിനാണ് നമുക്ക് കിട്ടും. സ്മഗണ്ണനാണ്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ലാസ്റ്റ് കുടുങ്ങുന്നു. ഞാൻ എല്ലാത്തിനും കൂടി വലിച്ചെറി വലിയ സാധനമാണല്ലോ. ഇവിടെ കാപ്പുണ്ടോ? ആരും കാണില്ല. നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഇതിൽ കൂടെ ഇറങ്ങി. യെസ്, നമ്മൾ മേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഈ സംഭവം നമ്മളുള്ളിൽ കയറിയില്ല. നമ്മളങ്ങനെ ഇവിടന്മാരോട് പെർമിഷൻ കൊടുത്ത് നേരെ കയറി. ഇവിടെ കാണുന്നത് ഒറ്റ റോക്കറ്റ്. ഇനി അടുത്ത ചാലഞ്ച് ഒറ്റ റോക്കറ്റ് നമ്മളെ ബേസിൽ ഒറ്റ റോക്കറ്റിലാണ് നമ്മൾ ബേസിലേക്ക് പോകുന്നത്. ഇങ്ങനെ ടെക്നിക്ക്, ഇതാണ് ആ ടെക്നിക്ക്. നമുക്ക് ഇങ്ങനെ അടിയോട് നമുക്ക് ഗ്ലൈഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ സുധിൻ്റെ വേൾഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. So thanks Sudhi for this world, for giving the download of this world. So എല്ലാവരും ബൈ ട്ടാ.